അശ്വതി ബാഹുലേയൻ എഴുതിയ കവിത ബുദ്ധൻ. കപിലവസ്തുവെന്ന നാമത്താലറിയും ദേശത്ത് ലുംബിനിയിൽ ജന്മമെടുത്തു ശ്രീബുദ്ധനെന്ന പുകഴ്പെറ്റ മുനീശ്വരൻ ഗൗതമസിദ്ധാർത്ഥൻ. കപിലവസ്തുവെന്ന നാമത്താലറിയും ദേശത്ത് ലുംബിനിയിൽ ജന്മമെടുത്തു ശ്രീബുദ്ധനെന്ന പുകഴ്പെറ്റ മുനീശ്വരൻ ഗൗതമസിദ്ധാർത്ഥൻ. ബുദ്ധമതസ്ഥാപകനായിത്തീർന്നു കാലാന്തരേ ഗൗതമൻ, ശാക്യമുനി, ബുദ്ധൻ മുതലായ നാമങ്ങളും പേരിടുന്ന മഹാപുരുഷനിന്ന് മായാദേവിതൻ പുത്രനായി പിറന്നൊരാ കുഞ്ഞിൻ്റെ പിതാവായിരുന്നു ശുദ്ധോദനൻ. അമ്മയെ കാണുവാനും അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യം നുകരുവാനുമായില്ല ബാല്യത്തിനന്ന്. പെറ്റമ്മയില്ലാതെ പോറ്റമ്മ പോറ്റിയ പൈതലായി വളർന്നു മണ്ണിൽ 16 വയസ്സ് തികഞ്ഞ വേളയിൽ വേളി കഴിച്ചു യശോദയേ. 25 സസുഖം വാണതാണീ മഹാമുനിപാരിൽ. നാളുകൾ കടന്നു പോകെയറിഞ്ഞു മണ്ണിൽ മനുജന്റെ വ്യഥകളെല്ലാം. വ്യസനിക്കും ഹൃദയങ്ങൾ കണ്ടു മടുത്തു, പീഡകൾ ഹേതുവായി കണ്ടു ത്യജിച്ചു സർവവും തികഞ്ഞൊരാ ജീവിതത്തെ. 30 പ്രായം തികയുന്നതിൻ മുമ്പ് കെട്ടഴിച്ചു കെട്ടുപിണഞ്ഞുള്ള കുടുംബ ബന്ധങ്ങൾ. മനുഷ്യബലികൾ കണ്ടുവെറുത്തു ആർദ്ര സ്വഭാവത്താൽ വന്നണഞ്ഞു വെറുപ്പുമുള്ളിൽ. കഠിന തപസ്സിനായി ചെന്നണഞ്ഞു കാതങ്ങൾ ദൂരെ ഗയയ്ക്ക് സമീപം. ഉറുവി എന്നൊരിടം പോകി വാസവുമുറപ്പിച്ചു മുനീന്ദ്രൻ. മനുഷ്യബലികൾ കണ്ടുവെറുത്തു ആർദ്ര സ്വഭാവത്താൽ വന്നണഞ്ഞു വെറുപ്പുമുള്ളിൽ. കഠിന തപസ്സിനായി ചെന്നണഞ്ഞു കാതങ്ങൾ ദൂരെ ഗയയ്ക്ക് സമീപം. ഉറുവി എന്നൊരിടം പോകി വാസവുമുറപ്പിച്ചു മുനീന്ദ്രൻ.